ഒരുതരം നിയന്ത്രണോ അബ്യൂസ് തന്നെയാണ്. പക്ഷെ അത് നേരിട്ടല്ല, ഭീഷണിയിലൂടെയോ ദേഷ്യത്തിലൂടെയോ അല്ല. ഇതിന് സാധാരണയായിട്ട് കൊവേർട്ട് ഇമോഷണൽ മാനിപ്പുലേഷൻ എന്ന് പറയാം. അതാണ് ഈ കൊവേർട്ട് നാർസിസിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഒന്നാമത്തെ കഥയിൽ ഭയം, ഭീഷണി, നേരിട്ടുള്ള നിയന്ത്രണം, ദേഷ്യം, അഹങ്കാരം, അടി, ഇതൊക്കെയാണ്. കുറ്റപ്പെടുത്തൽ, പുച്ഛം, കൊച്ചാക്കി സംസാരിക്കുക, അതൊക്കെ കൊവേർട്ട് ആൻഡ് മാലിഗ്നന്റ് അബ്യൂസ് ഒക്കെ ആയിട്ട് പറയുന്നു. രണ്ടാമത്തേതിൽ കുറ്റബോധം, മൗനം, അഫെക്ഷൻ പിൻവലിക്കല്, സെക്സ് നിഷേധിക്കുക, എത്ര ചെയ്താലും തീരെ സന്തോഷം കാണിക്കാതിരിക്കുക, അതൃപ്തി, പുച്ഛം എന്ന് കാണിക്കുക, സ്വയം ഇരയായി ചമയുക, പതിയെ പതിയെ ആൾക്കാരെ തകർക്കുക, ഇതൊക്കെ വൾണറബിൾ നാർസിസിസം, കൊവേർട്ട് അബ്യൂസ് എന്നൊക്കെ പറയുന്നു. അപ്പൊ നമുക്ക് കുറെ ഏറെ പേര് ഇതൊക്കെ ചെയ്യുന്നതല്ലേ, മിക്കവരും കുറച്ചൊക്കെ ചെയ്യുന്നതല്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം. അതാണ് വേറൊരു പ്രശ്നം. ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി അല്ലെ മറ്റാളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ മിക്കവരും ചിലപ്പോൾ ചെയ്യും. ഇതൊരു പരിധി വിട്ട് ഒരാളെ തകർത്ത് കോഞ്ഞാട്ടയാക്കി നിത്യ ബുദ്ധിമുട്ടിലാക്കുമ്പോൾ അബ്യൂസായി. അപ്പൊ രണ്ടു തരം അബ്യൂസ് അവസാനം എത്തുന്നത് ഈ അനുസരണം, നിയന്ത്രണം, ആധിപത്യം, ദുഷ്ടത, സ്വാർത്ഥത ഒക്കെയാണ്. പക്ഷെ വീണ്ടും പറയണം, ഇതിൽ നിന്ന് മാത്രം ഒരു സൈക്കാട്രിക് ഡയഗ്നോസിസ് ഉണ്ടാവുന്നില്ല. അപ്പൊ നാർസിസത്തിന് അബ്യൂസുമായി ബന്ധമില്ലേ? ഉണ്ട്. 2024 ഒരു മെറ്റാ അനാലിസിസിൽ 11,000 പേരെ സ്റ്റഡി ചെയ്തതിൽ നാർസിസിസം എന്ന ട്രേറ്റും ഇന്റിമേറ്റ് പാർട്ട്ണർ വയലൻസും തമ്മിൽ ബന്ധമുണ്ട്. പക്ഷെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ 0.15 ഒക്കെയാണ്, പക്ഷെ ശക്തമല്ല. ഇപ്പൊ സൈക്കോളജിക്കൽ അബ്യൂസിൽ ഒരു 0.18 ഒക്കെയാണ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. അപ്പൊ ഫിസിക്കൽ വയലൻസിൽ ക്ലിയർ സ്ട്രോങ് ലിങ്ക് അത്ര ഇല്ല. അപ്പൊ നാർസിസിസം ഒരു റിസ്ക് ഫാക്ടർ ആകാം, പക്ഷേ അബ്യൂസ് എന്ന് പറഞ്ഞാൽ അത് നാർസിസിസം ആണ്, അത് തെറ്റാണ്. അപ്പൊ ഈ കൊവേർട്ട് ആൻഡ് ഓവേർട്ട് എന്നൊക്കെ പറയുന്നതിൽ കാര്യമുണ്ടോ? ഉണ്ട്. പക്ഷേ ഇപ്പൊ ഗ്രാൻഡിയോസ് നാർസിസിസം, വൾണറബിൾ നാർസിസിസം എന്നൊക്കെയാണ് സ്ഥിരം പറയുന്ന കാര്യങ്ങൾ. ഞാനാണ് വലിയവൻ, ആണ് ഗ്രാൻഡിയോസ്. ആധിപത്യം, അഹങ്കാരം, പിന്നെ ഡയറക്റ്റ് കൺട്രോൾ. വൾണറബിൾ നാർസിസത്തിൽ എന്നെ ആരും വിലമതിക്കുന്നില്ല, സുരക്ഷ ഇല്ല, ഇൻസെക്യൂരിറ്റി, ഷെയിം, റിജക്ഷൻ സെൻസിറ്റിവിറ്റി, ഇതൊക്കെ ഉള്ളവരാണ് ഈ അബ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ഫൈൻഡിങ് എന്താണെന്ന് വെച്ചാൽ ഈ വൾണറബിൾ നാർസിസത്തിന് ഇന്റിമേറ്റ് പാർട്ട്ണർ വയലൻസുമായിട്ട് കൂടുതൽ സ്ട്രോങ് ലിങ്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൊവേർട്ട് നാർസിസിസം എന്ന് പറഞ്ഞാൽ അപകടം കുറഞ്ഞതല്ല എന്ന് പറയുന്നത് അങ്ങനെയുള്ളതും ശരിയല്ല. ഇപ്പൊ വേറൊരു സാധാ ഇംപ്രഷൻ ആണുങ്ങൾ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ അബ്യൂസ് എന്നാണ്. സ്ത്രീകൾ അബ്യൂസേഴ്സ് ആകുമോ? ഇതൊരു വലിയ മിസ്കൺസെപ്ഷൻ ആണ്. സ്ത്രീകളും അബ്യൂസേഴ്സ് ആകാം. സ്ത്രീകളും ഇന്റിമേറ്റ് പാർട്ണർ അബ്യൂസ് നടത്തുന്നുണ്ട്. ഇമോഷണൽ കൺട്രോൾ, കുറ്റബോധം ഉണ്ടാക്കുക, ഒറ്റപ്പെടുത്തുക, താല്പര്യമുള്ള ഒരു കാര്യവും ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, സദാ കുറ്റം പറയുക, ഫിസിക്കൽ അഗ്രഷൻ ഒക്കെ ചെയ്യാട്ടോ, അങ്ങനെയും ചെയ്യാം. പക്ഷേ പോപ്പുലേഷൻ ലെവലില്